നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. യുവർ ഓണർ, കുട്ടിയെ വിട്ടുകിട്ടണമെന്നുള്ള മുത്തശ്ശിയായ ഗൗതമിയുടെ ആവശ്യം ന്യായമാണ്. അവരുടെ കൊച്ചുമകൾ തന്റെ മരിച്ചുപോയ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ സുരക്ഷിതയല്ലെന്നും, അതായത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ സുരക്ഷിതയല്ലെന്നും, കുട്ടിയുടെ അച്ഛനും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയും ചേർന്ന് കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പരാതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരമുണ്ടല്ലോ. യെസ് യുവർ ഓണർ. കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടാൻ മഹേശ്വറിനെയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായ ഗംഗയെയും വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഗംഗയെന്നല്ലേ പേര്? അതെ. മഹേശ്വർ എന്ന മഹിയുടെ രണ്ടാം ഭാര്യയാണല്ലേ? അതെ. മഹേശ്വറിനെ എത്ര നാളായി ഗംഗയ്ക്ക് അറിയാം? എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. നിങ്ങൾ വളർന്നത് മഹേശ്വറിന്റെ തറവാട്ടിലായിരുന്നല്ലേ? അതെ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഗംഗയും മഹേശ്വറും കുട്ടിക്കാലം തൊട്ടേ സുഹൃത്തുക്കളും ഒന്നിച്ചു വളർന്നവരുമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോ മഹേശ്വർ തറവാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരികയും തുടർന്നുള്ള ജീവിതം സിറ്റിയിൽ തന്നെ ആവുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഗൗരിയെ പരിചയപ്പെടുകയും അവരുമായി സ്നേഹത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഗൗരിയുടെ മരണശേഷം മഹേശ്വർ വിവാഹം കഴിക്കാനിരുന്നതും നിശ്ചയം നടത്തിയതും ശ്രേയ എന്ന പെൺകുട്ടിയുമായിരുന്നു അല്ലേ? അതെ. പക്ഷേ അവസാന നിമിഷം ആ വിവാഹം മാറി മഹേശ്വർ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. അതെ. യുവർ ഓണർ, മാളവിക എന്ന കുഞ്ഞ് ഗംഗ എന്ന രണ്ടാനമ്മയുടെ കൂടെ വളരുന്നത് സുരക്ഷിതമല്ലെന്നും കുഞ്ഞിനെ മുത്തശ്ശിക്കും അമ്മാവനും വിട്ടു നൽകണമെന്നുമാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗംഗ എങ്ങനെയാണ് മഹേശ്വറിന്റെ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.